3 മാസങ്ങൾക്ക് മുന്നേ നമ്മൾ വള്ളിക്കുരുമുളകിൽ നിന്നും കുറ്റിക്കുരുമുളക് ചിരട്ട ഉപയോഗിച്ച് വേര് പിടിപ്പിച്ചെടുക്കുന്ന ഒരു രീതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ കുരുമുളക് തൈ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പോട്ടിലേക്കോ അല്ലെങ്കിൽ മണ്ണിലേക്കോ മാറ്റി നടാനുള്ള സമയമായി. അപ്പോൾ ഞാനിവിടെ ഇത് മണ്ണിലേക്കാണ് മാറ്റി നടുന്നത്. ഇതുപോലെ നമ്മൾ വേര് പിടിപ്പിച്ചെടുത്ത ഒരു തൈ മണ്ണിലേക്ക് മാറ്റി നടുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ നല്ലൊരു വളർച്ചയ്ക്കായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ മണ്ണിലേക്ക് മാറ്റി നടേണ്ടതെന്നും അതോടൊപ്പം ഈ കുരുമുളകിന് വരുന്ന ഇലമഞ്ഞളിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ പുതിയ തളിരിലകൾ വരുമ്പോൾ അതെല്ലാം ഉണങ്ങിപ്പോവുക, അതുപോലെ ഇപ്പോൾ ഒരു തിരിയിൽ തന്നെ കൂടുതലും പൊള്ളയായിട്ടുള്ള കുരുമുളക് ഉണ്ടാവുക, ഇങ്ങനെ തുടങ്ങി കുരുമുളകിനെ ബാധിക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള കുറച്ച് മാർഗങ്ങളെക്കുറിച്ചിട്ടും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഈ കുരുമുളക് നടാനായിട്ടുള്ള ഒരു കുഴി എടുക്കണം. അത്യാവശ്യം വലിപ്പമുള്ളൊരു കുഴി വേണോട്ടോ എടുക്കാനായിട്ട്. ഈ ഒരു കുഴിയിലേക്ക് നമ്മൾ ആദ്യം ഇടുന്നത് കരിയില കമ്പോസ്റ്റ് ആണ്. നമ്മുടെ ചെടിയുടെ വേര് നന്നായിട്ട് ഓടുന്നതിനായിട്ടും മണ്ണിൽ വായുസഞ്ചാരം ഉണ്ടാകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കരിയില കമ്പോസ്റ്റ് ഇടുന്നത്. ഇനി നമുക്ക് ഈ കുഴിയുടെ ചുറ്റുമായിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ മടൽ വെച്ച് കൊടുക്കണം. നമ്മൾ ഈ മടൽ വെച്ച് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്തുകയും അതുപോലെ തന്നെ മറ്റുള്ള ചെടികളുടെ വേരുകൾ വന്ന് നമ്മുടെ ചെടിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടും കളകൾ കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മടൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഈ കുഴിക്ക് ചുറ്റുമായിട്ട് മടൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈ മാറ്റി നടാം. ഇതാണ് നമ്മൾ നടാനായിട്ട് പോകുന്ന കുറ്റിക്കുരുമുളകിൻ്റെ തൈ. നമ്മൾ ചിരട്ടയിൽ വേര് പിടിപ്പിച്ചെടുത്ത തൈയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. നമ്മൾ ഇതുപോലുള്ള കവറുകളിൽ നിന്നെല്ലാം തൈ മാറ്റി നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കവറിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ തൈയുടെ വേരിന് യാതൊരു തരത്തിലുള്ള ഇളക്കവും തട്ടാത്ത രീതിയിൽ നമുക്ക് മണ്ണിലേക്ക് മാറ്റി നടാനായിട്ടാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ താഴ്ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഈ കവറിൻ്റെ മുകളിലേക്കും ചെറിയ രീതിയിലുള്ളൊരു കട്ടിങ് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഈ തൈ നട്ടതിന് ശേഷം നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ ഊരി മാറ്റാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു കട്ടിങ് വേണം കൊടുക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ വേരിനും ചെടിക്കും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാതെ തന്നെ നമുക്ക് തൈ മാറ്റി നടാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ തൈയുടെ ചുറ്റുമായിട്ട് പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മണ്ണ്, കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഇത് മൂന്നും കൂടി ചേർത്തിട്ടുള്ള പോട്ടിംഗ് മിക്സ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കുരുമുളക് തൈ നടുമ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം കേട്ടോ നടാനായിട്ട്. ഇപ്പോൾ പോട്ടിംഗ് മിക്സൊക്കെ നമ്മൾ നന്നായിട്ട് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ആ കവർ ഒന്ന് ഊരിയെടുക്കാം. കണ്ടോ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ കവർ ഊരി മാറ്റാനായിട്ട് സാധിക്കും. തൈ നന്നായിട്ട് മണ്ണിലൊന്ന് ഉറപ്പിച്ച് നിർത്താം. ഇനി നമുക്കിതിൻ്റെ ചുവട്ടിലായിട്ട് കുറച്ച് ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ചെടിക്ക് കൊടുക്കാം. അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ ജൈവ സ്ലറി നന്നായിട്ട് നേർപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ കുറ്റിക്കുരുമുളകിൻ്റെ ഇലകളിൽ മഞ്ഞളിപ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനായിട്ട് 1 ടീസ്പൂൺ എപ്സം സോൾട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണോ എപ്സം സോൾട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇലകളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം. അപ്പോൾ ഈ മഞ്ഞളിപ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ കുരുമുളകിൽ തളിരിലകൾ വരുമ്പോൾ ആ ഇലകൾ കരിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് സുഡോമോണക്സ് ഉപയോഗിക്കാം. അപ്പോൾ സുഡോമോണക്സ് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് തളിരിലകൾ കരിഞ്ഞു പോകുന്നതിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുരുമുളകിന് സാധാരണയായിട്ട് കാണുന്ന ദ്രുതവാട്ടം പോലുള്ള പ്രശ്നങ്ങൾ മാറുന്നതിനായിട്ടും നമുക്ക് ഈ ഒരു സുഡോമോണക്സ് ഉപയോഗിക്കാം. ഇപ്പോൾ ദ്രുതവാട്ടമൊക്കെ നമ്മുടെ കുരുമുളകിന് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നമ്മുടെ ചെടിയെ മുഴുവനായിട്ട് നശിപ്പിച്ച് കളയും. അപ്പോൾ ആ ഒരു രോഗം വരാതെ നോക്കുന്നതിനായിട്ട് നമുക്ക് സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി.
അതുപോലെ പലതരത്തിലുള്ള കീടങ്ങളുടെ ശല്യവും നമ്മുടെ കുരുമുളക് ചെടിയെ ബാധിക്കാം. ഇപ്പോൾ പലതരത്തിലുള്ള വണ്ടുകളുടെ ആക്രമണം കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ കുരുമുളക് ചെടിയിൽ ഉണ്ടാകുന്ന തിരിയിൽ കൂടുതലും പൊള്ളയായി പോകുന്നത്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് ബിവേറിയോ അല്ലെങ്കിൽ വേപ്പെണ്ണ സോപ്പ് ലായനി മിശ്രിതമോ ഉപയോഗിക്കാം. പിന്നെ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പായിട്ട് സാഫോ അല്ലെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡോ അടങ്ങിയ ഏതെങ്കിലും ഒരു സാധനം വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. കുറ്റിക്കുരുമുളകിന് ധാരാളം കാൽസ്യം ആവശ്യമായിട്ടുള്ളൊരു ചെടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വർഷത്തിൽ 2 പ്രാവശ്യം കുമ്മായമോ ഡോളോമേറ്റോ ചെടിയുടെ ചുറ്റുമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ വളങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ചുവടൊന്ന് ഇളക്കുന്ന സമയത്ത് വേര് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ചെറിയ വേരെങ്കിലും പൊട്ടിപ്പോയാൽ ദ്രുതവാട്ടം പോലുള്ള രോഗങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടിയെ ബാധിക്കും. അപ്പം അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇലകളിലും കൂടി വീഴത്തക്ക രീതിയിൽ വേണം വെള്ളം നനച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 365 ദിവസവും നമുക്ക് കുരുമുളക് ചെടിയിൽ നിന്ന് കുരുമുളക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.